ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നിലത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക, കാരണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സിനിമകൾ ഒരു ചെലവുമില്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1991 പുറത്തിറങ്ങിയ പാപ്രിക എന്ന ചിത്രമാണിത്. ഡിബോറ കാപ്രിലെങ്കോ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു അടിപൊളി ചരക്കാണ് ഡിബോറ കാപ്രിലെങ്കോ. അവളുടെ അടിപൊളി പൂർണ്ണ നഗ്നതാ പ്രദർശനം തന്നെ ഈ ചിത്രത്തിലുണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പാപ്രിക എന്നൊരു പെൺകുട്ടിയുടെ കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ കാമുകന് ബിസിനസ് ചെയ്യുവാൻ വേണ്ടി പണമുണ്ടാക്കുവാൻ ഒരു വെടിശാലയിൽ പണിയെടുക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണിത്. ആ വെടിശാലയിലെ യജമാനത്തി അവൾക്കിട്ട പേരാണ് പാപ്രിക. ഈ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടിൻറ്റോ ബ്രാസ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന്. ഈ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ ഡിബോറയുടെ ഒരു ആരാധകൻ ആകുമെന്ന് തീർച്ച. അത്തരം അത്യുഗ്രം പെർഫോമൻസാണ് അവർ ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഡിബോറയുടെ രഹസ്യഭാഗത്തിൻ്റെ പ്രദർശനവും അതിൽ പിടിച്ചുള്ള കളിയും ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രോമാവൃതമായ അവളുടെ ഭാഗങ്ങൾ കെങ്കേങ്ങം തന്നെയാണ് കാണുവാൻ. ശരിക്കും ഒരു തുണ്ടുപടത്തിനെ വെല്ലുന്ന തരത്തിലാണ് അവർ ഈ ചിത്രത്തിനെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ സീനും പ്രേക്ഷകർക്ക് അടിപൊളി ദൃശ്യാനുഭവം നൽകുമെന്ന് തീർച്ച. ട്രെയിനിൽ വെച്ച് ഒരു അപരിചിതനുമായി നടത്തുന്ന പരിപാടിയും അടിപൊളി തന്നെയാണ് കാണുവാൻ. ഇതിലെ മിക്ക സീനുകളിലും അവളുടെ പൂർണ്ണ നഗ്നത തന്നെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ചിത്രം പ്രേക്ഷകർ മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ടിൻറ്റോ ബ്രാസിൻ്റെ ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ മോൺ അമോർ എന്ന ചിത്രമാണിത്. അന്ന ജിം സക്കറിയ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിലും പലരുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു കഴപ്പ് പിടിച്ച ഭാര്യയുടെ കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മരിയ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. സ്വന്തം ഭർത്താവിൽ നിന്നും ലൈംഗിക സംതൃപ്തി അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അവളുടെ ഭർത്താവ് ഒരു കളിവീരനാണെങ്കിലും അവളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്റ്റാമിന അയാൾക്കില്ലായിരുന്നു. അതുകൊണ്ട് പരിപാടികൾ നടന്നതിന് ശേഷം അവൾ പലപ്പോഴും ബാൽക്കണിയിൽ പോയി നിന്ന് സ്വയംഭോഗം ചെയ്ത് അപ്പുറത്തെ വീട്ടിലെ ഒരു അപ്പൂപ്പനെ സ്ഥിരം കൊതിപ്പിക്കാറുണ്ടായിരുന്നു. ആ അപ്പൂപ്പനാകട്ടെ അവളുടെ സീൻ പിടിച്ച് സ്ഥിരം കൈപ്പിണി നടത്തുകയായിരുന്നു പതിവ്. അങ്ങനെയിരിക്കെ അവൾ ഒരു മ്യൂസിയത്തിൽ ചെല്ലുന്നു. അവിടെ വെച്ചിരുന്ന നഗ്നമായ ശില്പങ്ങൾ അവൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ആ ആസ്വാദനം കണ്ട് ഒരു അപരിചിതൻ അവൾ സെറ്റാകുമെന്ന് മനസ്സിലാക്കി അവളെ അവിടെ വെച്ച് പിടിച്ച് ആസ്വദിക്കാൻ തുടങ്ങുന്നു. ആ പിടുത്തം ശരിക്കും കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ പിടുത്തത്തിൽ നിന്നും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം അവൾ ഉള്ളിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. അവൻ്റെ പിടുത്തത്തിൻ്റെ ആംബിയർ കൂടുമ്പോൾ അവൾ അവിടെ നിന്നും കടന്ന് പുളയുന്നു. സ്ഥിരകാലബോധമില്ലാത്ത അവർ രണ്ടുപേരും അങ്ങനെ അവിടെ കിടന്ന് ആസ്വദിക്കുന്നു. ആ സമയം അവിടെ കുറച്ച് സ്കൂൾ പിള്ളേർ എക്സിബിഷൻ്റെ ഭാഗമായി അവിടേക്ക് വരുന്നു. അവരെ കണ്ട് സ്ഥിരകാലബോധം വീണ്ടെടുത്ത നമ്മുടെ കഥാനായിക നാണം കൊണ്ട് അവിടെ നിന്നും ഓടുന്നു. പക്ഷേ ആ അപരിചിതന് കിട്ടിയതൊന്നും പോരില്ലായിരുന്നു. തുടങ്ങിയത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അയാൾ അവളുടെ അഡ്രസ്സ് തപ്പിയെടുത്ത്
ബന്ധപ്പെടുന്നു. പിന്നീടും അവർ തമ്മിൽ നല്ല രീതിയിൽ പരിപാടികൾ തുടരുന്നു. അവൾ അറിയാതെ അവളുടെ കണ്ണുകൾ മൂടിക്കെട്ടി അവൻ്റെ സുഹൃത്തിനെ കൊണ്ട് അവളെ പരിപാടികൾ അവൻ നടത്തുന്നു. അവനെ അതിൽ കുറ്റം പറയുവാനാകില്ല. ശരിക്കും അവളെ മെയിൻറ്റെയിൻ ചെയ്യുവാനുള്ള സ്റ്റാമിന അവനും ഇല്ലായിരുന്നു. ഈ ചിത്രത്തിൽ അന്നയുടെ മാത്രമല്ല മറ്റ് അനവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നത പ്രദർശനമുണ്ട്. എല്ലാം അതിസുന്ദരികൾ തന്നെ. ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റും നായികയായ അന്ന ആയതുകൊണ്ടാണ് അവളെ തന്നെ ഊന്നി പറയുന്നത്. നായികയുടെ പൂർണ്ണ നഗ്നത പ്രദർശനം മാത്രമല്ല, നിരവധി എടുത്തുകൊടുക്കലും ഇതിൽ ഉൾപ്പെടുന്നു. രോമാവൃതമായ അവളുടെ രഹസ്യവാദം തുറന്നു കാട്ടി തൻ്റെ ഭർത്താവിനെ കൊതിപ്പിക്കുന്ന ഒരു സീനും ഇതിലുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാം തന്നെ ഒരു തുണ്ടുപടത്തിന് വെല്ലുന്ന തരത്തിലാണ് അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതെയും പരിചയപ്പെടുത്തുവാൻ പോകുന്നത് അവിഹിതം കേന്ദ്ര വിഷയമായി അവതരിപ്പിച്ച ടിൻറ്റോ ബ്രാസിൻ്റെ ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 1992 പുറത്തിറങ്ങിയ ആൾ ലേഡീസ് ഡു ഇറ്റ് എന്ന ചിത്രമാണിത്. ക്ലൗഡിയ കൂൾ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി പേരുടെ പൂർണ്ണ നഗ്നത പ്രദർശനമുണ്ട്. ഒരു അടിപൊളി ചരക്കാണ് ക്ലൗഡിയ കൂൾ. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവളുടെ പൂർണ്ണ നഗ്നത തന്നെ ഈ ചിത്രത്തിൽ അവർ പ്രദർശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിത്രം കണ്ടതിന് ശേഷം നിങ്ങൾ ക്ലൗഡിയ കൂളിൻ്റെ ഒരു ആരാധകൻ ആകുമെന്ന് തീർച്ച. ഡയാന എന്നൊരു ഭർത്തുമതിയായ പെൺകുട്ടിയുടെ കഥാപാത്രത്തിനെയാണ് അവൾ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. തൻ്റെ ഭർത്താവുമായി സ്ഥിരം കലാപരിപാടികളിൽ ഏർപ്പെടുന്നത് അവളുടെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു. അവളുമായി പരിപാടി നടത്തിയതിന് ശേഷം വാടിത്തളർന്നാണ് മിക്കപ്പോഴും അയാൾ കിടക്കയിലേക്ക് മടങ്ങിപ്പോകുന്നത്. എങ്കിലും കൊതി തീരാത്ത അവൾ പിന്നെയും തൻ്റെ ഭർത്താവിനെ മൂപ്പിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ അവളും അവളുടെ ഭർത്താവും കൂടെ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. ആ പാർട്ടിയിൽ വെച്ച് അവൾ ഒരു അപരിചിതനെ കണ്ടുമുട്ടുന്നു. അയാളുമായി സംസാരിച്ച് മൂടുകയറിയ അവൾ അയാളെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. അങ്ങനെ അവർ അവിടെ ഡാൻസ് ചെയ്യുന്നു. ആ ഡാൻസിൻ്റെ ഇടയ്ക്ക് അവർ മതിമറന്ന് കൈപരിപാടികൾ ചെയ്യുന്നു. അങ്ങനെ അവരുടെ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ മിക്കപ്പോഴും കടിമൂത്ത് തെറ്റുന്നു. ഇതെല്ലാം അവളുടെ ഭർത്താവ് അവിടെ നിന്നും കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ഈ കലാപരിപാടികൾ ഭർത്താവ് കാണുകയുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ ഓടി വാഷ്റൂമിലോട്ട് പോകുന്നു. അവളുടെ പുറകെ ആ അപരിചിതനും വെച്ച് പിടിക്കുന്നു. വാഷ്റൂമിൽ കയറിയ അയാൾ അവളുടെ തുണി ഓരോന്നായി പൊക്കി അവളുടെ രോമാവൃതമായ രഹസ്യഭാഗത്തിൽ പിടിച്ച് ആസ്വദിക്കുന്നു. ഇതെല്ലാം അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവ് വാഷ്റൂമിൻ്റെ വാതിക്കൽ വന്നു മുട്ടുന്നു. തൻ്റെ ചാരനെ ആ ടോയ്ലറ്റിൽ ഒളിപ്പിച്ചതിന് ശേഷം അവൾ വാതിൽ തുറന്ന് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നു. നിരാശനായി വന്ന ആ ചാരൻ തൻ്റെ പൊട്ടാറായി വന്ന അണക്കെട്ട് പൊട്ടിക്കുവാൻ വേണ്ടി അവളെ പിന്നെയും തപ്പിപ്പിടിച്ച് പരിപാടി നടത്തുന്നതും ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ക്ലൗഡിയ കൂളിൻ്റെ നിരവധി കളികൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതിൽ എടുത്തു പറയേണ്ടത് തന്നെ ബസ്സിൽ വെച്ച് ജാക്കി വയ്ക്കുവാൻ നോക്കുന്ന ഒരു വിരുദിനെ അവൾ കൊടുക്കുന്ന പരിപാടിയാണ്. ശരിക്കും മൂപ്പിച്ചത് അവളാണെങ്കിലും പണി കൊടുക്കുന്നതും അവൾ തന്നെയാണ്. അങ്ങനെയാണ് ഈ ചിത്രത്തിൻ്റെ കിടപ്പ്. തൻ്റെ ഭർത്താവിന് അവിഹിതമുണ്ടോയെന്ന് അറിയുവാൻ വേണ്ടി തൻ്റെ കൂട്ടുകാരിയായ ഒരു അടിപൊളി ചരക്കിനെ ഭർത്താവിൻ്റെ അടുക്കൽ അയച്ച് പരിപാടി നടത്തുവാൻ നോക്കുന്ന ഒരു രംഗവും ഇതിലുണ്ട്. ഇസബെല്ല എന്നൊരു നടിയാണ് അവളുടെ കൂട്ടുകാരിയുടെ ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്. ഒരു ഇടിവെട്ട് അടാറ് സാധനമാണ് അവൾ. ശരിക്കും ക്ലൗഡിയോട് ഒരു ക്രഷുണ്ട്. എന്നാലും ഇസബെല്ലയെ കാണുമ്പോൾ അവളോട് നമുക്ക് ഒരു ഇത് തോന്നാതെ ഇരിക്കുകയില്ല. അത്തരം ഒരു മാരക സ്ട്രക്ചർ തന്നെയാണ് അവൾക്കുള്ളത്.
അവൾ ഡയാനയുടെ ഭർത്താവിൻ്റെ മുന്നിൽ ചെന്ന് മൂടി പിടിപ്പിക്കാൻ വേണ്ടി പൂർണ്ണ നഗ്നയായിരുന്ന ഒരു സീനും ഇതിലുണ്ട്. എന്നാൽ മണ്ടനായ ഡയാനയുടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ അവഹിതമറിയാതെ അവളെ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. വിൻറ്റേജ് പടം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൽ കാണിക്കുന്ന മിക്ക സുന്ദരിമാരുടെയും രഹസ്യഭാഗങ്ങൾ രോമാവൃതമാണ്, ക്ലൗഡിയ കോളുടെ ഉൾപ്പെടെ. ഒരു അടിപൊളി ഇറ്റാലിയൻ തുണ്ടുപടം കാണുവാൻ ആഗ്രഹമുള്ളവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യരുത്. ശരിക്കും ഈ 3 ചിത്രങ്ങളും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ടിൻറ്റോ ബ്രാസ് ആയതിനാൽ ഈ 3 ചിത്രങ്ങളുടെ മിക്ക രംഗങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സാമ്യം തോന്നും. ടിൻറ്റോ ബ്രാസിൻ്റെ ഒരു ചിത്രം കണ്ടാൽ മതി അയാളുടെ ആരാധകനായി മാറുവാൻ. നടിമാരെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നും ഏതൊക്കെ പോസുകളിലാണ് കുന്തം പൊങ്ങുന്നതെന്നും അയാൾക്ക് നന്നായിട്ടറിയാം. ടിൻറ്റോ ബ്രാസിൻ്റെ ചിത്രങ്ങളിൽ നടിമാരെ ഓഡിഷൻ നടത്തുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. അതിൽ എടുത്തു പറയേണ്ടത് ടിൻറ്റോ ബ്രാസിൻ്റെ പ്രശസ്തമായ ഒരു കോൺടെസ്റ്റാണ്. നടിമാരെ അടിവസ്ത്രമില്ലാതെ ഒരു സ്കർട്ട് മാത്രം ഇടിച്ച് അവിടെ നിർത്തും. ക്ലൗഡിയയും ടിൻറ്റോ ബ്രാസ് ഈ ചിത്രത്തിലെടുത്തത് ഈ കോയിൻ ടെസ്റ്റ് വഴിയാണ്. അർദ്ധനഗ്നയായി ഒരു സ്കർട്ട് മാത്രം ഇട്ട് നിൽക്കുന്ന ക്ലൗഡിയയുടെ മുന്നിലോട്ട് ടിൻറ്റോ ഒരു കോയിൻ എറിയുന്നു. അത് അവൾ ഏതൊക്കെ ശരീരഭാഗങ്ങൾ കാണിച്ചാണോ മൂടി പിടിപ്പിച്ച് ആ കോയിൻ എടുക്കുന്നത് അത് അനുസരിച്ചാണ് അവരെ ഓഡീഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ടിൻറ്റോ ബ്രാസ് തൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഈ പരീക്ഷണത്തിൽ അന്ന് ക്ലൗഡിയ വളരെ രസകരമായി ജയിച്ചുവെന്ന്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ 2ാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ 4ാമത് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2006 പുറത്തിറങ്ങിയ കിസ് മീ അഗെയിൻ എന്ന ചിത്രമാണത്. കാത്രീൻ മിന്നിക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിലും നിരവധി കിടുരംഗങ്ങളുണ്ട്. കാത്രീൻ മിന്നിക്കിനെ ഇതിനോടകം തന്നെ മിക്കവർക്കും അറിയാമായിരിക്കും. വൈക്കിങ്സ് എന്ന ചിത്രത്തിലൂടെ വളരെയധികം പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. ആ ചിത്രം മാത്രമല്ല, ഫ്ലാഗ് ഡേ, ബിഗ് സ്കൈ, വൂ അസാസിൻസ്, പോളാർ, സ്ട്രിപ്പ്, എ ഗ്ലിംസ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ചാൾസ് വാൻ, ചൂസ്, ലവ് ആൻഡ് അതർ ഡ്രഗ്സ്, ക്ലൗഡ് 9, ട്രംപ് അൺഓതറൈസ്, സാത്താൻസ് ലിറ്റിൽ ഹെൽപ്പർ, ദ IT ഫാക്ട്, സ്റ്റുഡൻറ്റ് ബോഡീസ്, ബോൺസ് എന്നീ നിരവധി ചിത്രങ്ങളിലും അവൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ആ ചിത്രങ്ങളും കൂടെ കാണുവാൻ ശ്രമിക്കുക. നല്ല അടിപൊളി രംഗങ്ങൾ ആ ചിത്രത്തിലും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെന്നാൽ കിസ് മീ അഗെയിൻ എന്ന ആ ചിത്രത്തിനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതൊരു R-rated ചിത്രമാണ്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ചിത്രത്തിൻ്റെ കിടപ്പ്. ജൂലിയൻ, ചാർലൈസ് എന്നീ 2 ദമ്പതിമാരുടെ കഥ പറയുന്ന ചിത്രമാണിത്. ജൂലിയൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ചാർലീസ് ഒരു കൗൺസിലറും. ഇതിൽ ചാർലീസിൻ്റെ കഥാപാത്രത്തിനെയാണ് കാത്രീൻ മിന്നിക് അവതരിപ്പിക്കുന്നത്. 3 വർഷമായി വിവാഹിതരായ അവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിലേക്ക് 3ാമതായി ഒരാൾ കടന്നു വരുന്നു. ചാർലീസിൻ്റെ ഒരു പഴയ കൂട്ടുകാരിയായ മല്ലിക ആയിരുന്നു അത്. മല്ലിക ഒരു ദ്വിലിംഗിയായിരുന്നു. ദ്വിലിംഗിയുടെ അർത്ഥം മനസ്സിലാകാത്തവർ അത് ഊഹിച്ചെടുക്കൂ. ദ്വി എന്ന് വെച്ചാൽ 2, ലിംഗി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിച്ച് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരാൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയും പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. എലീസ ഡൊണോവനാണ് ഈ മല്ലിക എന്ന കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത്.
നിരവധി ആവേശകരമായ രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമത്തെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ചൈനീസ് ചിത്രത്തിനെയാണ്. 2002 പുറത്തിറങ്ങിയ ദ പീപ്പിംഗ് എന്ന ചിത്രമാണിത്. തെരേസ മാക്ക് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. തെരേസ മാക്കിൻ്റെ മാത്രമല്ല, ഗ്രേസ് ലാം, ജെന്നി യാം എന്നിവരുടെയും നിരവധി കിടുരംഗങ്ങൾ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വായ് ഫങ് മിങ് എന്നു പേരുള്ള ഒരു രാഷ്ട്രീയക്കാരിയുടെ കഥാപാത്രത്തിനെയാണ് തെരേസ മാക്ക് അവതരിപ്പിക്കുന്നത്. അവളുടെ ചില രഹസ്യ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടി കാൽവിൻ എന്നു പേരുള്ള ഒരു ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തുന്നു. രഹസ്യ ദൃശ്യങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതെ, അത്തരം ഒളി സീനുകൾ ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ആ ഡിറ്റക്റ്റീവിനെ ഏർപ്പെടുത്തിയത്. പക്ഷേ ആ സുന്ദരിയായ തെരേസയുടെ ദൃശ്യങ്ങൾ കണ്ട് അവന് അവളോട് പ്രണയം തോന്നുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഒന്നിക്കുന്നു. അങ്ങനെ കാൽവിൻ ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്കെതിരെ തിരിയുന്നു. ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്ക് മറുപണി അതേ രീതിയിൽ തന്നെ കൊടുക്കുവാൻ വേണ്ടി അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവർ ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണിത്. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന രംഗങ്ങൾ പ്രേക്ഷകരെ നല്ല രീതിയിൽ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഒളി സീനുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. ഈ ചിത്രം മിക്കവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.